ദാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരൊറ്റ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മുഖത്തുള്ള ബ്രൗൺ സ്പോട്ട്സ്, ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ് ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു ഫേസ് പാക്ക് ബെസ്റ്റാണ്. പിന്നെ ഞാൻ എളുപ്പത്തിലുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിൽ പോയി നിങ്ങൾക്ക് എടുത്തിട്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിലാണ് ഈ പാക്ക് മുഴുവനായിട്ടും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പണിയെടുക്കേണ്ടി ഒന്നും വരത്തില്ല കേട്ടോ. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ആർക്കൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ മുഴുവനായിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ടു നോക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കേണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ എത്ര മടിയുണ്ടെങ്കിലും ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതിലൊന്നും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമുക്ക് നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുപയറിൻ്റെ പൊടിയാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെറുപയർ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് അരിച്ചും കൂടെ എടുക്കണം. അരിച്ചിട്ട് ഏറ്റവും ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ് കിട്ടത്തില്ലേ, അത് വേണം നമ്മൾ മുഖത്ത് യൂസ് ചെയ്യാനെടുക്കാൻ. ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാം, സ്ക്രബായിട്ട് യൂസ് ചെയ്യാം, പാക്കായിട്ട് യൂസ് ചെയ്യാം. എന്തിനായാൽ പോലും നമ്മൾ ആ ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ് വേണം എടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ നീരാണ്. ഈ തക്കാളിക്ക് നല്ല നീരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൈ വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ നന്നായിട്ട് നീര് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തക്കാളിയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി തക്കാളിയുടെ ജ്യൂസ് മതിയാവുമേ. ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ കിട്ടിയാലും മതി. പക്ഷെ ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. സൂപ്പറാണ്. നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ട് വർക്കാവും. അതുപോലെ തന്നെ സൺ ടാൻ മാറാനും ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം, കട്ടകളൊന്നും ഇല്ലാതെ. അപ്പോഴായിരിക്കും നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നത്. നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. പാല് നമ്മളിതിൽ ചേർക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. പക്ഷേ പാൽ വളരെ വളരെ നല്ലതാണ്. ഡ്രൈ സ്കിന്നോ നോർമൽ സ്കിന്നോ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുക. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പാൽ അലർജി അല്ല എന്നുണ്ടെങ്കിൽ മാത്രം. നമുക്ക് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഭയങ്കര സൂപ്പറാണ് പാല് യൂസ് ചെയ്ത് നമ്മൾ മുഖത്ത് നന്നായിട്ട് പാക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴുകിയതിന് ശേഷം സോപ്പിട്ട് കഴുകണ്ട. നൈറ്റൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ നൈറ്റ് അങ്ങനെ തന്നെ കിടന്നുറങ്ങുക. രാവിലെ എണീക്കുമ്പോൾ നന്നായിട്ട് ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാര്യം ഈ പാലിലുള്ള മോയ്സ്ചറൈസേഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിൽ പോയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയി കാണും. സോ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അത് ഭയങ്കര നല്ലതാണ്. പിന്നെ നമ്മുടെ എല്ലാ പാലും ഒരുപോലെ ആയിരിക്കത്തില്ല. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി അതിൻ്റെ മീൻസ് ഓയിലിനെസ് എല്ലാം തന്നെ പോയിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ശുദ്ധമായ പാലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ആകും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറിയിട്ട് നല്ല ആയിട്ടുള്ള സ്കിൻ കിട്ടും. ഒത്തിരി റിങ്കിൾസ് ഒന്നുമില്ലാതെ ഡ്രൈ ആയിട്ട് ഒട്ടും ജീവനില്ലാത്ത സ്കിൻ ഉണ്ടാവില്ലേ, അതൊക്കെ മാറിയിട്ട് നല്ല അടിപൊളി സ്കിന്ന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ പാല് കിട്ടും എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ പാക്കൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വളരെ നല്ലതാണ്. പിന്നെ ചെറുപയർ പൊടിയും അതുപോലെ തന്നെയാണ്. നന്നായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നമ്മൾ ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെച്ചിരിക്കുക. ഒരു സെമി ഡ്രൈ ആവുന്ന സമയത്ത് വെള്ളം തളിച്ചു കൊടുത്ത് മാത്രം വാഷ് ചെയ്താൽ മതി. സ്ക്രബ് ചെയ്യരുത്, ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുക്കുക, വാഷ് ചെയ്യുക. പിന്നെ ഈ ചെറുപയർ പൊടിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ രാത്രി ആകുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ കിടന്ന് ഉറങ്ങും, ഒരിടത്തും പോവില്ലല്ലോ. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ഫേസ് പാക്ക് എല്ലാം തന്നെ ഞാൻ രാത്രി യൂസ് ചെയ്യാൻ പറയുന്നത്. നല്ലതാണ് കേട്ടോ. നമുക്ക് രാത്രി നല്ല സമാധാനമായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടന്ന്
കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീറ്റ് കുളിച്ച് ഫ്രഷായി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകാം. വളരെ നല്ല ഒരു ഫേസ് പാക്കാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, എൻ്റെ മുഖം നേരത്തെ കുറച്ച് ഡ്രൈ ആയിരുന്നിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഫിമ്മായി ഗ്ലോ വന്നതുപോലെ തോന്നുന്നില്ലേ? അതാണ് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇത് ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഡീപ്പായിട്ടുള്ള സൺടാനൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.